കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗത്ത് പുതിയ നേട്ടം. ഒഡീഷയിൽ നിന്നും ആദ്യമായി ഉണങ്ങിയ മുട്ടപ്പൊടി ഓസ്ട്രിയയിലേക്ക് കയറ്റുമതി ചെയ്ത് ഇന്ത്യ. ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗത്ത് പുതിയ നേട്ടം. ഒഡീഷയിൽ നിന്ന് ആദ്യമായി ഉണങ്ങിയ മുട്ടപ്പൊടി ഓസ്ട്രിയയിലേക്ക് കയറ്റുമതി ചെയ്തു. 22.6 മെട്രിക് ടൺ ഉണങ്ങിയ മുട്ടപ്പൊടി അടങ്ങിയ ചരക്കാണ് അയച്ചത്. വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പിന്തുണയോടെയാണ് കയറ്റുമതി നടന്നത്. ഒഡീഷയിലെ ബലാംഗിർ ജില്ല ആസ്ഥാനമായുള്ള OVO ഫാം പ്രൈവറ്റ് ലിമിറ്റഡാണ് ഉൽപ്പന്നം കയറ്റുമതി ചെയ്തത്. മൂല്യവർദ്ധിത കാർഷിക കോഴി ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ സാധ്യതകൾ തുറക്കുന്നതാണ് ഈ നീക്കമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രോസസ്ഡ് ഫുഡ് കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിലും ഈ നേട്ടം നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക നയം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വീണ്ടും ചർച്ചയാകുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകട സാധ്യതകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദഗ്ധരുടെ ഈ നിർദ്ദേശം. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന കർഷകർക്ക് ആരോഗ്യ സുരക്ഷ നൽകാൻ പ്രത്യേക നയം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഠിനമായ കാലാവസ്ഥ, കീടനാശിനികളുടെ ഉപയോഗം, പേശി, എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം തുടങ്ങി നിരവധി ആരോഗ്യ വെല്ലുവിളികളാണ് കർഷകർ നേരിടുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ചികിത്സാ ചെലവിന്റെ ഭാരവും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. രോഗബാധ മൂലം കർഷക കുടുംബങ്ങൾ കടബാധ്യതയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ആരോഗ്യ പരിചരണം, സ്ഥിരം ആരോഗ്യ പരിശോധന, ഇൻഷുറൻസ് പരിരക്ഷ, തൊഴിൽ സുരക്ഷ എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്ര കർഷകാരോഗ്യ നയം ആവശ്യമായി മാറുകയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചസാര കയറ്റുമതി അടുത്ത കുറച്ച് വർഷങ്ങൾ കൂടി പരിമിതമായേക്കാമെന്ന ആശങ്ക. എൽനിനോയുടെ സ്വാധീനവും എഥനോൾ ഉൽപ്പാദനത്തിനായുള്ള കരിമ്പ് ഉപയോഗം വർദ്ധിക്കുന്നതുമാണ് പഞ്ചസാര ലഭ്യതയെ ബാധിക്കുന്ന പ്രധാന കാരണങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചസാര കയറ്റുമതി അടുത്ത 3 സീസണുകളിലും കാര്യമായി ഉണ്ടാകില്ലെന്നാണ് വിപണി വിലയിരുത്തൽ. എൽനിനോ മൂലമുള്ള മഴക്കുറവ് കരിമ്പ് കൃഷിയെ ബാധിക്കുമെന്ന ആശങ്കയാണ് പ്രധാന കാരണം. അതേസമയം പെട്രോളിൽ എഥനോൾ മിശ്രിതം വർദ്ധിപ്പിക്കുന്ന സർക്കാർ നയത്തെ തുടർന്ന് കരിമ്പിന്റെ വലിയൊരു പങ്ക് എഥനോൾ നിർമ്മാണത്തിലേക്ക് തിരിയുകയാണ്. ഇതോടെ ആഭ്യന്തര ആവശ്യത്തിനുള്ള പഞ്ചസാര ലഭ്യത കുറയുകയും കയറ്റുമതിക്ക് മിച്ചം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സാഹചര്യം തുടർന്നാൽ വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് പഞ്ചസാര ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.